ഹലോ ഗൈസ്, ഹാപ്പി ന്യൂ ഇയർ ആണ്. എൻ്റെ കൊറോണ കാലം തൊട്ടുള്ള ആഗ്രഹങ്ങളിലൊന്നായിരുന്നു ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന്. പക്ഷെ മാറ്റി വെച്ച് 2025 2025 പകുതി മുതലേ തന്നെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെക്കുന്നതാണ്. പക്ഷേ മടി കൊണ്ടും കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ടും അതിലുപരി ബാക്കിയുള്ളവരെന്ത് വിചാരിക്കുമെന്ന് കരുതിയൊക്കെയാണ് അതൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റാതെ പോയത്. എന്നാൽ 2025 അവസാനമാണെങ്കിലും വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ ഐ എം സോ ഹാപ്പി ആൻഡ് കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് അങ്ങ് കൂടി. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ കോണ്ടന്റ് ക്രിയേഷൻ ജേണി സ്റ്റാർട്ട് ചെയ്താണ് 2025 ഞാൻ ചെയ്ത ഏറ്റവും ധീരമായ പ്രവൃത്തി. 2026 പ്രത്യേകിച്ച് റെസൊല്യൂഷൻസ് ഒന്നും ഇല്ല. ഇപ്പൊ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്നുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടും കൺസിസ്റ്റന്റ് ആയിട്ടും ഒക്കെ കൊണ്ടുപോകണം. ആൻഡ് നമ്മൾ ചെയ്യുന്ന മേഖലകളിലൊക്കെ ഒരു കയ്യൊപ്പ് പതിപ്പിക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഡേ 32 ഓഫ് ലൈഫ് അപ്ഡേറ്റ്സ്. പതിവ് പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് ഫുഡും കഴിച്ച് വരയ്ക്കാനിരുന്നു. അഷ്ടമിക്ക് പോയപ്പോൾ വാങ്ങിച്ച കളർ പെൻ വെച്ചിട്ടാണ് ചെയ്തത്. പടം വരച്ചു കഴിഞ്ഞു. അവസാനമായിട്ട് ഏതൊരു മലയാളി ചെക്കനും വീഴുന്ന ഐറ്റം വീണോ ഗൈസ്. ഉച്ചക്ക് ലഞ്ചും കഴിച്ച് കിടന്നുറങ്ങിയിട്ട് സന്ധ്യ കഴിഞ്ഞപ്പോൾ മാരാരിക്കുളത്തേക്ക് പോയി. ബീച്ച് ഫെസ്റ്റിവൽ ആണ് അവിടെ. ഇന്ന് ഫോക്ക് ഇന്ത്യയുടെ നാടൻ പാട്ടാണ്. ഒരു കസിനെയും പാടുന്നുണ്ട് അവരുടെ ട്രൂപ്പിൽ. അവിടെ എത്തിയപ്പോൾ പ്രോഗ്രാം തുടങ്ങി. പരുന്നിന്റെ പാട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു കൈറ്റോടെ ക്രാഷ് ലാൻഡ് ചെയ്തു. കുറച്ച് മുന്നേ അവർ ഒരു 4 മേലെ പറന്ന് നിൽക്കുന്നത് കണ്ടതാ. ഇത് താഴെ വീണ് കഴിഞ്ഞ് നോക്കുമ്പോൾ ബാക്കിയുണ്ടായിരുന്ന 3 കൺട്രോൾ വിട്ട് പലയിടങ്ങളായിട്ട് ക്രാഷ് ലാൻഡ് ചെയ്തു. അതിന് പിന്നിൽ ആരുടെ കരങ്ങളാണെന്ന് ഇപ്പോഴും ചുരുളഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ കറുപ്പയ്യ സ്വാമി വന്നു. പരിപാടി തീരുന്നവരെ ഞാൻ നോക്കി, പക്ഷേ പാണ്ടി ദൂരെ വന്നില്ല. ഇതാണ് നമ്മുടെ ചെക്കൻ സനു. ഇനി ചെക്കന്റെ പാട്ടാണ്. കലക്കം വിഷ്വൽസ് ഒക്കെ ഉണ്ടായിരുന്നു. തീയും പുകയൊക്കെ ആയതുകൊണ്ട് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടി. അടുത്തത് പടക്കളം. ഇത് പാടാൻ തുടങ്ങിയ പിന്നെ പറയണ്ടല്ലോ, നല്ല താളത്തിലുള്ള തുള്ളല്. താളത്തിന് പിന്നെ ഭാഷയില്ലല്ലോ. അവരുടെ പരിപാടിയും കണ്ട് കുറച്ചേരം കടലും കണ്ടു നിന്നിട്ട് വീട്ടിലേക്ക് പോയി. അപ്പോ ബൈ.